ആളുകൾ എന്തുകൊണ്ടാണ് പോൺ വീഡിയോസിൽ പെട്ടെന്ന് അഡിക്റ്റ് ആവുന്നതെന്ന് അറിയോ? ഞാനിത് ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങളിത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്കും കൂടി പേഴ്സണലി ഒരു ഗുണമുള്ള കാര്യമായിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോപ്പമീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോർമോൺ ഉണ്ട് നമ്മളുടെ തലച്ചോറിൽ. ഡോപ്പമീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ ഉണ്ട്. നമ്മൾ മൊബൈല് സർഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ലൈക്ക് വന്നു, നമ്മൾ ഇട്ട ഒരു ഫോട്ടോയ്ക്ക് ഒരു 10 കമന്റ് വന്നു, നമ്മളുടെ ഏതെങ്കിലും ഒരു കാണാത്ത ഒരു കൂട്ടുകാരനെ പെട്ടെന്ന് നമ്മൾ കാണുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിൽ ഒരു ഡോപ്പമീൻ ആണ് സെക്രിയേറ്റ് ആവുന്നത്. ഡോപ്പമീൻ എന്നുള്ളത് ഒരു ഹാപ്പി ഹോർമോൺ ആണ്. സോ ഇവിടെ എന്താണ് ഡോപ്പമീന്റെ പങ്ക് എന്താണ് എന്നുള്ളത് പറയാം. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഈ ഒരു ഡോപ്പമീൻ ക്രിയേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ലൈഫിൽ നമ്മൾ ഒരു കാര്യത്തിൽ സക്സീഡ് ആവുന്ന സമയത്ത് നമുക്കൊരു ഡോപ്പമീൻ ക്രിയേറ്റ് ആവുന്നുണ്ടാവും. നല്ലൊരു പരീക്ഷ എഴുതുക എന്ന് വിചാരിക്കുക, നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പരീക്ഷ എഴുതി അതിൽ വിൻ ചെയ്യുന്ന സമയത്ത് നിന്റെ തലച്ചോറിൽ കുറച്ച് ഡോപ്പമീൻ ഉണ്ടാവും. ഇതിനൊരു കഥ തന്നെ ഉണ്ട്. അതായത് നമുക്ക് മുൻപൊക്കെ പ്രാചീന കാലത്ത് ഒരു 100 വർഷം മുമ്പ് നിനക്ക് ഒരു ഹാപ്പിനെസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടുള്ള, അതിനെന്തെങ്കിലും ഒരു എഫേർട്ട് വേണ്ടതായിട്ട് വരും. പക്ഷെ ഇന്നത്തെ കാലത്ത് നിനക്ക് ഒരു ഹാപ്പിനെസ് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്ലഷർ വേണം എന്നുണ്ടെങ്കിൽ അതിന് വലിയ ബുദ്ധിമുട്ട് എന്നുള്ളതില്ല. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പണ്ടത്തെ കാലത്ത് നമുക്ക് ഈ മൊബൈൽ ഫോണ് കാര്യങ്ങളൊന്നും ഇല്ല. അവര് ഇപ്പൊ ഇൻ കേസ് അന്ന് ഒരു കഥ പറയാറുണ്ട്, അന്ന് രാജാക്കന്മാരുടെ സമയത്ത് പോലും അത്രയും രാജാക്കന്മാരായിരുന്ന ആളുകൾക്ക് പോലും ഒരു വുമണിന്റെ ന്യൂഡിറ്റി കാണുക എന്നുള്ളത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് മാത്രമല്ലാതെ ഇവരുടെ തലച്ചോറിൽ അതുകൊണ്ട് തന്നെ ഈ ഡോപ്പമീൻ ക്രിയേറ്റ് ചെയ്യുക, ഇവർക്ക് പെട്ടെന്ന് ഇവർക്ക് സന്തോഷം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇവർ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇവർ ഇൻവോൾവ് ആവണം. എന്തെങ്കിലും കാര്യം ചെയ്തു അതിൽ വിൻ ചെയ്യുന്ന സമയത്ത് യെസ്, ഇവരുടെ തലയ്ക്ക് ഒരു സന്തോഷം കിട്ടും. ഇവര് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചു, രാവിലെ നേരത്തെ എണീക്കണം എന്ന് വിചാരിച്ചു, ആ കാര്യം പ്രോപ്പർ ആയിട്ട് ദിവസവും രാവിലെ നേരത്തെ എണീക്കുന്ന സമയത്ത് ഇവരുടെ തലയിൽ ഒരു ഡോപ്പമീൻ എന്നുള്ളത് ക്രിയേറ്റ് ആവും. ഡോപ്പമീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹാപ്പി ഹോർമോൺ. നിങ്ങളിപ്പോ ഇവിടെ വരുന്നുണ്ട്, ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോ അനുവിന്ദ് ചെയ്യാത്ത ഒരു കാര്യം, ക്യാമറ ഹാൻഡ്ലിംഗ് എന്നുള്ളത് അനുവിന്ദ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ അനുവിന്ദിന് അത് ചെയ്യാനുള്ള ഒരു സംഭവം എന്നുള്ളത് കിട്ടുകയാണ്. അനുവിന്ദ് അത് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പൊ അനുവിന്ദിന് അതിന്റെ ഭാഗമായിട്ട് ഒരു അപ്രിസിയേഷൻ കിട്ടുകയാണ്. നമുക്കൊരു അപ്രിസിയേഷൻ കിട്ടുന്ന സമയത്തും നമ്മളുടെ തലയിൽ ഒരു ഹാപ്പി ഹോർമോൺ ആയിരിക്കും ജനറേറ്റ് ആവുന്നുണ്ടാവുക. അപ്പോ ഈ ഹാപ്പി ഹോർമോൺ ജനറേറ്റ് ചെയ്യാനുള്ള പ്രോസസ് എന്നുള്ളത് നോർമലി എന്താണെന്ന് അറിയോ വരുന്നത്? അനുവിന്ദ് ഒരു പ്രവൃത്തി ചെയ്തു, ആ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഒരു റിസൾട്ട് എന്നുള്ളത് ഉണ്ടായി. ആ റിസൾട്ട് എന്നുള്ളത് ഉണ്ടാവുന്ന സമയത്ത് ഇവിടുന്ന് ഒരു അപ്രിസിയേഷൻ എന്നുള്ളത് വന്നു. ദെൻ ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മളുടെ തലച്ചോറിൽ ഡോപ്പമീൻ എന്നുള്ള കാര്യം ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ മുൻപത്തെ കാലത്ത് ഇപ്പൊ നമ്മളുടെ തലച്ചോറിൽ ഒരു ഡോപ്പമീൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള, കുറച്ച് എഫേർട്ട് എടുക്കേണ്ട ഒരു പരിപാടിയായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇത് ഏറ്റവും ഈസിലി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നിനക്ക് നിന്റെ തലച്ചോറിൽ ഡോപ്പമീൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ന്യൂസ് ഫീഡ് എടുത്തിട്ട് കുറച്ചു നേരം സ്വൈപ്പ് ചെയ്താൽ മതി. നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വീഡിയോ സോങ്സ് കണ്ടാൽ മതി. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോൺ വീഡിയോസ് കാണുകയാണെങ്കിൽ നമ്മളുടെ ബ്രെയിനിനെ ട്രിഗർ ചെയ്യുന്ന, നമുക്ക് എന്തെങ്കിലും ഹാപ്പി ഹോർമോൺസ് വരുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് ഇന്ന് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി. മനസ്സിലായ? മുൻപ് എന്നുള്ളത് നമ്മളുടെ തലച്ചോറിന് ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു. ഏറ്റവും അതിനൊരു വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള പരിപാടിയായിരുന്നു. പക്ഷെ ഇന്ന് അത് ഏറ്റവും എളുപ്പമുള്ള, നമ്മളിപ്പോ മുൻപൊക്കെ ആണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ 20 മിനിറ്റിന്റെ വീഡിയോസ് ഒരു ഫോക്കസും നഷ്ടപ്പെടാതെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ ഇന്ന് 1 മിനിറ്റിന്റെ ഇൻസ്റ്റാഗ്രാം റീല് വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ ലോങ് വീഡിയോസ് കാണുക എന്നുള്ളത് കുറഞ്ഞില്ലേ? മുൻപത്തെ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളുടെ തലച്ചോറിനകത്ത് നീ ഇപ്പൊ ഹാപ്പി ആവണം എന്നുള്ളതിന് നീ ഒരു എഫേർട്ട് ഇടേണ്ടതായിട്ട് ഉണ്ടായിരുന്നു ഒരു 50 വർഷം മുൻപ്. പക്ഷെ ഇപ്പോ നീ വലിയ എഫേർട്ട് ഇട്ടില്ലെങ്കിലും നിനക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിന്റെ ബ്രെയിനിന് വേണ്ട ഒരു ഹാപ്പി ഹോർമോൺസ് എന്നുള്ളത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. സോ ഇത് കാരണം എന്താണ് പ്രശ്നം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ആളുകൾ പോൺ വീഡിയോസിൽ ഏറ്റവും പെട്ടെന്ന് അഡിക്റ്റഡ് ആവുന്നത് എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു. വൈ പീപ്പിൾ ഈസിലി അഡിക്റ്റഡ് ടു പോൺ?
പോൺ വീഡിയോസിൽ എന്തുകൊണ്ട് ഈസിലി അഡിക്റ്റ് ആവുന്നു? ഇപ്പോ നീ ഒരു കാര്യം നീ ഭയങ്കര പണിയെടുത്തിട്ട് ഒരു റിസൾട്ട് എന്നുള്ളത് കിട്ടുകയാണ്. ഇപ്പൊ അനുവിന്ദിന് നല്ല രീതിയിൽ പണിയെടുക്കുന്ന സമയത്ത് ഒരു 1000 രൂപ എന്നുള്ളത് കിട്ടുകയാണ്. പക്ഷെ ഒരു കാലത്തിന് ശേഷം അനുവിന്ദിന് അത് ജസ്റ്റ് ഒരു സെക്കൻഡിൽ കിട്ടാൻ തുടങ്ങുകയാണ്. സിമ്പിൾ ആയിട്ട് പറയാം എന്തുകൊണ്ടാണ് ആളുകൾ ഈസിലി പോൺ വീഡിയോസിൽ അഡിക്റ്റ് ആവുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അനുവിന്ദ് ഇപ്പൊ എക്സാമിന് വേണ്ടിയിട്ട് ഒരു ചാപ്റ്റർ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. ആ ചാപ്റ്റർ പഠിച്ച് നീ അത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും നിന്റെ തലയിൽ ഒരു ഹാപ്പി ഹോർമോൺ എന്നുള്ളത് ജനറേറ്റ് ആവുന്നുണ്ടാവുക. പക്ഷേ നീ ഇതുപോലെ നീ ഒരു ദിവസം എന്നുള്ളത് പഠിച്ചു എന്ന് വിചാരിക്കുക. അനുവിന്ദ് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അനുവിന്ദിന്റെ തലച്ചോറിൽ ഒരു 10 ഡോപ്പമീൻ ക്രിയേറ്റ് ആയി എന്ന് വിചാരിക്കുക. അടുത്ത ദിവസം നീ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഈ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിന്റെ തലച്ചോറിൽ ഒരു 20 ഡോപ്പമീൻ ക്രിയേറ്റ് ആയി എന്ന് വിചാരിക്കുക. അടുത്ത ദിവസം നീ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്തു, രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന സമയത്ത് നിന്റെ തലച്ചോറിൽ ഓക്കെ ഐ എം ഡൺ സംതിങ് എന്നുള്ള രീതിയിലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇത് കാരണം നിന്റെ തലച്ചോറിൽ ഒരു 10 ഡോപ്പമീൻ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോ ദെൻ അടുത്ത ദിവസവും അനുവിന്ദ് നല്ല രീതിയിൽ പഠിച്ച് എക്സാം എഴുതി, എക്സാമിന്റെ റിസൾട്ട് വന്ന് അനുവിന്ദിനെ നോക്കുന്ന സമയത്ത് യെസ് അനുവിന്ദ് എക്സാമില് പാസ്സായി എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ് വരുന്നത്. അപ്പോ ഇത് കാരണം 30 എന്നുള്ള ഡോപ്പമീൻ ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോ കഴിഞ്ഞ 4 ദിവസത്തെ വർക്കിൽ നിന്നും അനുവിന്ദിന് ടോട്ടലി 70 എന്നുള്ള ഡോപ്പമീൻ ആണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. പക്ഷേ ശ്രദ്ധിച്ചു കേട്ടോ, പക്ഷേ നമ്മളുടെ ബ്രെയിൻ സയൻസ് അനുസരിച്ച് നമ്മളിപ്പോ ഒരു പോൺ വീഡിയോ കാണുകയാണ്, ഒരു സൂക്ഷ്മമായിട്ട് നീ ഇപ്പൊ കാണാതെ നീ ഇരുന്ന് കാണുകയാണ് എന്നുണ്ടെങ്കിൽ 5 മിനിറ്റില് നിനക്ക് ഈ 70 ഡോപ്പമീൻ ഉണ്ടാക്കാൻ പറ്റും. 4 ദിവസം ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് നീ പഠിച്ചു, നിനക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുകയാണ്, യെസ് ഞാൻ പഠിച്ചു, ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് തോന്നുന്ന സമയത്ത് നിന്റെ തലച്ചോറിൽ ഒരു ഹാപ്പി ഹോർമോൺ ഉണ്ടാവും. ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് നിന്റെ തലച്ചോറിൽ ഒരു സംഭവം എന്നുള്ളത് ഉണ്ടാവും. ഇത് ഒരു ദിവസം ഇതാക്കുന്ന സമയത്ത് 10 എന്നുള്ള കൗണ്ട് ആയിരിക്കും വരുന്നുണ്ടാവുക. അടുത്ത ദിവസം ഇതാക്കുന്ന സമയത്ത് 20, അടുത്ത ദിവസം 10, പിന്നെ റിസൾട്ട് വരുന്ന സമയത്ത് 30. ഇത് ഇത്രയും ദിവസത്തെ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന റിസൾട്ട് ആണ് ഈ 70 എന്നുള്ള നിന്റെ ഓവറോൾ ആ ഒരു ഹാപ്പിനെസ് ലെവൽ എന്നുള്ളത്. പക്ഷേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോൺ വീഡിയോ കാണുന്ന സമയത്ത് നിന്റെ തലച്ചോറിൽ ഈ ഒരു 70 എന്നുള്ള ഈ തിങ് ഉണ്ടല്ലോ, ഈ ഡോപ്പമീൻ ലെവൽ ഈസിലി ജനറേറ്റ് ആവും. നിന്റെ തലച്ചോറിന് വേണ്ടത് ഡോപ്പമീൻ ആണ്. ഡോപ്പമീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തലച്ചോറ് ഹാപ്പിയാണ്. തലച്ചോറ് ഇപ്പൊ നിന്റെ മുന്നില് പഠിക്കേണ്ട ഒരു സിറ്റുവേഷനും ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഒരു സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും ഉണ്ടാവുകയാണ്. അല്ല എന്നുണ്ടെങ്കിൽ ലേസി ആയി ഇരിക്കുന്ന സോഷ്യൽ മീഡിയ സർഫ് ചെയ്യുന്നതിനും ഇപ്പൊ പോൺ വീഡിയോസ് കാണുന്നതിനും അങ്ങനെയുള്ള ഒരു 2 ഓപ്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോ നമുക്ക് ചില സമയത്ത് മടി തോന്നാറില്ല, പഠിക്കാൻ തന്നെ തോന്നാറില്ലല്ലോ. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? അതായത് നിനക്ക് 4 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാം ആണ്. ഇന്ന് മുതൽ നീ സീരിയസ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നിനക്ക് ഈ എക്സാമില് വേണ്ട കാര്യങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ നിന്റെ ബ്രെയിൻ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 ആക്ടിവിറ്റീസിന് ഇവിടെ അനുവിന്ദ് നിൽക്കുകയാണ്. ഓക്കെ, നിന്റെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. തലച്ചോറ് ഇത് 2 ഓപ്ഷൻ ആയിട്ടായിരിക്കും കാണുക. പഠിച്ചു കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാലായിരിക്കും ഈ 70 എന്നുള്ളത് ക്രിയേറ്റ് ആവുന്നുണ്ടാവുക. പക്ഷെ ഇത് ഇപ്പൊ ഒരു 5 മിനിറ്റ് ഇരുന്ന് ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ട് സോഷ്യൽ മീഡിയ സർഫ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ 70 എന്നുള്ളത് നമുക്ക് 5 മിനിറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനേക്കാളും എഫേർട്ട് കുറവ് എന്നുള്ളത് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ സർഫ് ചെയ്യുക, ഫോൺ വീഡിയോസ് കാണുക എന്നുള്ളതാണ്. അപ്പൊ തലച്ചോറ് നമ്മളെ നോർമലി ഇതിനായിരിക്കും കൂടുതൽ ടെംപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. തലച്ചോറിന് എന്താണോ ഈസി ആയിട്ടുള്ളത് ആ കാര്യം ഈസി ആയിട്ട് ഡോപ്പമീൻ വേണം. എത്ര പെട്ടെന്ന് ഡോപ്പമീൻ തലച്ചോറിന് കിട്ടുമോ അത്രയും പെട്ടെന്ന് വേണം. അപ്പോ നമ്മൾ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ തലച്ചോറിന് എഫേർട്ട് എന്നുള്ളത് കൂടുതലായിരിക്കും. 5 ദിവസം കഴിഞ്ഞാലായിരിക്കും ഇത് കിട്ടുന്നുണ്ടാവുക. പക്ഷെ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ തലച്ചോറിന് ഈ ഒരു ഡോപ്പമീൻ എന്നുള്ളത് ഏറ്റവും എളുപ്പത്തിൽ തന്നെ കിട്ടുന്നുണ്ടാവും.
അതായത് മുൻപത്തെ കാലത്തൊക്കെ ആളുകൾ യുദ്ധത്തിന് പോകും, പോരിന് പോകും. ആ ഒരു പോരിനൊക്കെ പോയി ജയിക്കുന്ന സമയത്തായിരിക്കും യെസ് ഞാൻ എന്തോ സാധിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു ഫീൽ ഇവരുടെ ഉള്ളിൽ കിട്ടുന്നുണ്ടാവുക. പക്ഷെ ഇന്ന് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട് അതിനൊരു 100 ലൈക്ക് വരുന്ന സമയത്ത് തന്നെ ആ രീതിയിലുള്ള സെയിം ഫീലിംഗ് നമുക്ക് കോൺഷ്യസ്ലി നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവില്ല. പക്ഷെ നമ്മളുടെ ബ്രെയിനിൽ ആ രീതിയിലുള്ള സെയിം ഫീലിംഗ് ജനറേറ്റ് ആവുന്ന പറയുന്നത്. അപ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താവും? മടിയന്മാരാവും. എന്തുകൊണ്ടാണ് ആളുകൾ ഇതില് പോൺ വീഡിയോസിലാണെങ്കിലും മറ്റുള്ള കാര്യത്തിലാണെങ്കിലും ഈസിലി അഡിക്റ്റഡ് ആവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഒരു ബ്രെയിൻ സയൻസ്. നമ്മളുടെ ബ്രെയിനിന് എന്താണ് വേണ്ടത്? ഡോപ്പമീൻ ആണ് വേണ്ടത്. അപ്പൊ ഡോപ്പമീൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ബ്രെയിനിന്റെ മുന്നിൽ എപ്പോഴും 2 ഓപ്ഷൻസ് ഉണ്ടാവും. ഒന്നുകിൽ ആ ഒരു ഹാർഡ് ആയിട്ടുള്ള കാര്യം ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഈ ഹാർഡ് ആയിട്ടുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ പതിയെ ആയിരിക്കും റിസൾട്ട് എന്നുള്ളത് ഉണ്ടാവുക. പക്ഷെ ഇതിന്റെ ഫ്യൂച്ചർ എന്നുള്ളത് നല്ലതായിരിക്കും. 1 മന്ത് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു ഡോപ്പമീൻ എന്നുള്ളത് ക്രിയേറ്റ് ആവുന്നുണ്ടാവുക. പക്ഷെ ഇതിന് ഒരു നല്ലൊരു ഫ്യൂച്ചർ ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. പക്ഷെ ഇത് നീ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഇവിടുന്ന് ഇത്രയും ദിവസം ടൈം എടുത്ത് ക്രിയേറ്റ് ചെയ്യേണ്ട ഡോപ്പമീൻ നിനക്ക് വേണമെങ്കിൽ ഒരു ദിവസം 1 മണിക്കൂർ ഇരുന്നിട്ട് നിനക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ കാര്യം മനസ്സിലായ? നമ്മള് ഒരു ഹാർഡായിട്ട് 5 ദിവസം വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡോപ്പമീൻ ലെവലായിരിക്കും ക്രിയേറ്റ് ആവുക. പക്ഷെ നമ്മൾ ഇത് സിമ്പിൾ ആയിട്ട് ഒരു 1 അവർ സോഷ്യൽ മീഡിയ സർഫ് ചെയ്യുന്ന സമയത്ത്, പോൺ വീഡിയോ കാണുന്ന സമയത്ത്, മാസ്റ്റർബേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ലെവൽ ഡോപ്പമീൻ നമുക്ക് ഈസിലി സെക്രിയേറ്റ് ആവും. അപ്പോ നമ്മളുടെ ബ്രെയിൻ നോക്കും ഇതിൽ ഏതാണ് ഏറ്റവും ഈസി. അപ്പോ ഇത് ചെയ്യാനായിരിക്കും നിന്നെ കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവുക ബ്രെയിൻ. അതുകൊണ്ടാണ് ഇത് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ബ്രെയിനിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ടാവുക. അപ്പൊ കൂടുതൽ ആളുകളും ലൈഫിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്ന ബ്രെയിനിന്റെ ഈ ഒരു സയൻസ് മനസ്സിലാവാതെ ബ്രെയിൻ പറയുന്ന ഈ കാര്യത്തെ നോക്കിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഏറ്റവും ഈസി ആയിട്ട് പെട്ടെന്ന് ഡോപ്പമീൻ വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അതിനെന്തൊക്കെയാണ് വഴി? സ്വീറ്റ്സ് കഴിക്കുന്ന സമയത്ത്, ദെൻ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ സർഫ് ചെയ്യുന്ന സമയത്ത്, ദെൻ അതേപോലെ നമ്മള് പിന്നെന്താണ്, സിനിമകൾ കാണുന്ന സമയത്ത്, വെബ് സീരീസ് കാണുന്ന സമയത്ത് നമ്മള് പെട്ടെന്ന് നിനക്ക് എന്തൊക്കെ ഡോപ്പമീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നീ വലിയ ഒരു എഫേർട്ട് ഇല്ലാതെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു വസ്തു കാരണം നിനക്ക് പെട്ടെന്ന് ഡോപ്പമീൻ ക്രിയേറ്റ് ചെയ്യപ്പെടുമോ, നീ ഒരു പെട്ടെന്ന് ഒരു പ്ലഷർ സ്റ്റേറ്റിലേക്ക് എത്തുന്നുണ്ടാവുമോ, അതൊക്കെ ഇതില് വരുന്നതാണ്. മറ്റൊരാള് മെസ്സേജ് ചെയ്തു അത് കണ്ടിട്ട് ഹാപ്പി ആവുക എന്നുള്ളത്. ഓക്കെ, അപ്പോ നമ്മളുടെ ബ്രെയിൻ എന്നുള്ളത് നമ്മളെ ഈ കാര്യത്തിലേക്ക് പോവാനായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവുക, നമ്മളെ പുഷ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മള് ലൈഫിൽ എവിടെ എത്തുന്നുണ്ടാവില്ല. ഇതിന്റെ ഉള്ളിലാണ് ജങ്ക് ഫുഡ്. എനിക്കിപ്പോ എന്തെങ്കിലും തോന്നുകയാണ്, ഇപ്പോ ബ്രെയിനിന് ഡോപ്പമീൻ വേണം. ആ ഡോപ്പമീന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ നീ പുറത്തു പോയിട്ട് കുറെ പിള്ളേരുടെ കൂടെ പോയിട്ട് ജങ്ക് ഫുഡ് കഴിക്കുന്ന സമയത്തും ബ്രെയിനിന് ഇതേ ഒരു ഡോപ്പമീൻ ലെവല് കിട്ടും. അപ്പൊ ബ്രെയിൻ ഇങ്ങനെ ട്രെയിനായി വരും. അപ്പോ എന്തെങ്കിലും ഒരു ബ്രെയിന് ഒരു ഡോപ്പമീൻ വേണം എന്ന് പറയുന്ന സമയത്ത് ഈ രീതിയിൽ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നിന്ന് മാറിയിട്ട് വർക്കിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങള് ചെയ്യുക എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് ജങ്ക് ഫുഡ് കഴിക്കുക, സിനിമ കാണാനായിട്ട് പോവുക, നമ്മളുടെ എന്തെങ്കിലും ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ ലൈക്സ് വരും, കുറെ കമന്റ്സ് വരും, ദെൻ ഹാപ്പി എന്നുള്ള മൂഡിലേക്ക് പോവുക. ശരി, ദെൻ പോൺ വീഡിയോസ് കാണുക, ദെൻ വെബ് സീരീസ് ഇരുന്ന് കാണുക, ദെൻ നമ്മളുടെ കൂട്ടുകാരുടെ കൂടെ പോയിട്ട് ഏതെങ്കിലും ഒരു കൂട്ടുകാരനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. സോ ഇതൊക്കെ ഈസിലി ഈ ഒരു ഡോപ്പമീൻ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ആവുന്ന സമയത്ത് നിനക്ക് റിയലി ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടല്ലോ, ഇത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്നുള്ളത് വർക്ക് ആവുന്നുണ്ടാവില്ല.
അപ്പൊ ആളുകൾ എന്തുകൊണ്ടാണ് ഈസിലി പോൺ വീഡിയോസിൽ അഡിക്റ്റഡ് ആവുന്നത് എന്നുള്ളത് അറിയാമോ? ഇത് തന്നെയാണ് കാരണം. നമ്മളുടെ ബ്രെയിനിന് ഇതില് ഏത് ചെയ്താലും ബ്രെയിനിന് വേണ്ട ഡോപ്പമീൻ എന്നുള്ളത് കിട്ടും. ബ്രെയിനിന് ഡോപ്പമീൻ ആണ് വേണ്ടത്. ബ്രെയിൻ ഒന്ന് ഹാപ്പി ആവണം. ഇതിന്റെ മറ്റൊരു ഭാഗത്ത് പറയുകയാണെങ്കിൽ, നീ എക്സസൈസ് ചെയ്താലായിരിക്കും നിന്റെ ബ്രെയിനിന് ഇതിൽ നിന്ന് കിട്ടുന്ന, നീ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ നിനക്കൊരു 20 ഡോപ്പമീൻ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ സൈഡ് എക്സസൈസ് ചെയ്യുന്ന സമയത്തായിരിക്കും നിനക്ക് 20 ഡോപ്പമീൻ എന്നുള്ളത് കിട്ടുന്നുണ്ടാവുക. അപ്പോ നീ പെപ്സി കുടിക്കുന്ന സമയത്ത് നിനക്ക് 20 ഡോപ്പമീൻ എന്നുള്ളത് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ എക്സസൈസ് ചെയ്യണം, രാവിലെ എണീക്കണം, രാവിലെ നേരത്തെ എണീറ്റ് ഓടാൻ പോണം, അത് എഫേർട്ട് ഉണ്ട് അല്ലേ? അപ്പൊ നിന്റെ ബ്രെയിൻ നിന്നെ ഏറ്റവും കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇത് ചെയ്യും, നമ്മളെ കുറെ കാലത്തേക്ക് ഇതിങ്ങനെ ചെയ്തുകൊണ്ടുപോകും. ഇതിങ്ങനെ ചെയ്തുകൊണ്ട് പോയിട്ട് ഈ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്, ഇപ്പൊ എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതായിരിക്കും ഈ ഒരു ക്വാഡ്രന്റിൽ വരുന്നത്. പിന്നെ ഈ ക്വാഡ്രന്റിൽ വരുന്നത് പുസ്തകങ്ങൾ വായിച്ച് നിനക്ക് എന്തെങ്കിലും അറിവ് ലഭിക്കുന്ന സമയത്തായിരിക്കും യെസ് ഐ അച്ചീവ്ഡ് സംതിങ് എന്നുള്ളൊരു ഫീല് വരുന്നത്. ഇപ്പൊ നിനക്ക് ആളുകളുടെ മുന്നിൽ സംസാരിക്കാനുള്ള ഒരു നല്ലൊരു സ്കില്ലില്ല എന്ന് വിചാരിക്കും, നീ ആ ഒരു കാര്യം പഠിക്കുന്ന സമയത്തായിരിക്കും നിന്റെ ബ്രെയിനിൽ ഈ രീതിയിലുള്ള ഒരു ഡോപ്പമീൻ എന്നുള്ളത് ചിലപ്പോൾ ഡെവലപ്പ് ആവുന്നുണ്ടാവുക. പ്രകൃതിയിൽ നടക്കാൻ പോകുന്ന സമയത്തായിരിക്കും, നേച്ചറിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നീ ജിമ്മിൽ പോകുന്ന സമയത്തായിരിക്കും. പക്ഷേ ഇതിന്റെയൊക്കെ ഒരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്നൊക്കെ എത്ര ഡോപ്പമീൻ ജനറേറ്റ് ആവുമോ അതിനേക്കാളും കൂടുതൽ ഇതിൽ നിന്ന് ജനറേറ്റ് ആവും. അപ്പൊ നമ്മളുടെ ബ്രെയിൻ നമ്മളെ സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ട് ഇതിന്റെയൊക്കെ കോൺസിക്വൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളെ ലൈഫിൽ ഫെയിൽ ആവുന്നുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ പോൺ വീഡിയോസിൽ അഡിക്റ്റ് ആവുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, അത് ഈസിയാണ്. കാരണം പോൺ വീഡിയോസ് കാണുക എന്നുള്ളത്, അതിൽ നിന്ന് ബ്രെയിനിന് വേണ്ട സാധനം കൊടുക്കുക എന്നുള്ളത് ഈസിയാണ്. ആർക്ക് വേണമെങ്കിലും സ്വന്തം കയ്യിൽ ഫോൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്ന, തലച്ചോറിന് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് ആണ്. പക്ഷെ നമ്മൾ അതിനെ തന്നെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ അതിന് ശേഷം നിനക്ക് ചിലപ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്നുള്ളത് ഉണ്ടാവണമെന്നില്ല. നിനക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ലേൺ ചെയ്യാനായിട്ട് ഉണ്ടാവും. പക്ഷെ നിന്റെ തലച്ചോറിന് ഇതിൽ നിന്ന് തന്നെ ഒരു ഹാപ്പിനെസ്, അതിന് വേണ്ട ഡോപ്പമീൻ കിട്ടിക്കഴിഞ്ഞു. ഇനി പിന്നെ നിന്നെ ഒരിക്കലും ഈ കാര്യം ലേൺ ചെയ്യാനായിട്ട് ചിലപ്പോൾ മോട്ടിവേറ്റ് ചെയ്യണമെന്നില്ല. അത്രയ്ക്കും പെയിൻ ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യണമെന്നില്ല. സോ ഇതുകൊണ്ടാണ് ആളുകൾ ഈസി ആയിട്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അഡിക്റ്റ് ആയി പോകുന്നത്. ബ്രെയിനിന് വേണ്ടത് ഡോപ്പമീൻ ആണ്. ബ്രെയിൻ നോക്കുന്നുണ്ടാവുക ഈ ഡോപ്പമീന് കിട്ടാനായിട്ട് ബ്രെയിനിന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഏറ്റവും ഈസി ആയിട്ട് ഡോപ്പമീൻ കിട്ടുന്ന കാര്യങ്ങള്, പക്ഷെ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്, പക്ഷെ ചെയ്യാനായിട്ട് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മള് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ക്വാഡ്രന്റിലുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നത് കൊണ്ടാണ് നമ്മളെ ലൈഫിൽ ഫെയിൽ ആവുന്നത്. ഈ ക്വാഡ്രന്റിലുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ പോൺ വീഡിയോസിനാണെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അഡിക്റ്റ് ആവുന്നത്. സോ അപ്പൊ നമ്മളെ ലൈഫിൽ സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ, റിയൽ തിങ് എന്താണോ ടൈം എടുത്തിട്ടാണെങ്കിലും ഡോപ്പമീൻ സെക്രിയേറ്റ് ആവുന്ന കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഞാനിപ്പോ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഒരു 2 ദിവസം ഇരുന്ന് നല്ല രീതിയിൽ ചാറ്റ് ചെയ്യാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അവൾക്ക് മെസ്സേജ് ചെയ്യാണ്, അവളുടെ കൂടെ ചാറ്റ് ചെയ്യാണ്. അത് എനിക്ക് എൻ്റെ തലച്ചോറിന് ഈസിലി ഡോപ്പമീൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എനിക്ക് എന്തായാലും ഡോപ്പമീൻ വേണം. എൻ്റെ മുന്നിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമില് പല പെൺകുട്ടികൾക്ക് മെസ്സേജ് ചെയ്ത് ചാറ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഡോപ്പമീൻ എടുക്കുക എന്നുള്ളത്. ഇനി അതല്ല മറ്റൊന്ന്, ഓക്കെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്കിപ്പോ ഇംഗ്ലീഷ് നല്ലോണം സംസാരിക്കാൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് 2 ദിവസത്തിന് പകരം ഇതൊരു 1 മന്ത് എടുക്കുന്നുണ്ടാവും. ആ ഒരു ഇംപ്രൂവ്മെന്റ് കണ്ട് അതിൽ സന്തോഷിക്കുക എന്നുള്ളത്.
പക്ഷെ ഈ ഇംപ്രൂവ്മെന്റ് സ്റ്റേജിൽ നമ്മൾ പേഷ്യന്റ് ആയിരിക്കണം, നമുക്കൊരു പേഷ്യൻസ് എന്നുള്ളത് ഉണ്ടായിരിക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കാര്യത്തിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷെ ആ ഒരു ഇന്നത്തെ യങ്സ്റ്റേഴ്സ് മോസ്റ്റ്ലി നടക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സന്തോഷം വേണം എന്നുള്ള രീതിയിൽ. ഇപ്പൊ നമ്മളെ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും യൂട്യൂബിലൊക്കെ നമ്മൾ ആ രീതിയിലാണ് ട്രെയിൻ ചെയ്യുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പൊക്കെ നമ്മളിപ്പോ ലോങ് വീഡിയോസ് കുറെ ഇരുന്ന് കാണുമായിരുന്നു. പക്ഷെ ഇന്ന് ആർക്കും അത് ഇരുന്ന് കാണാനുള്ള ഒരു സംഭവം ഇല്ലല്ലോ. അത് നമുക്ക് പെട്ടെന്ന് വേണം, ആ കണ്ടന്റ് പെട്ടെന്ന് വേണം, 1 മിനിറ്റിൽ വേണം. അപ്പൊ നമ്മളുടെ ബ്രെയിൻ ആ രീതിയിൽ ട്രെയിൻ ആവുകയാണ്. അപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് സന്തോഷമാണെങ്കിൽ ഹാപ്പിനെസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേണം. ഇപ്പൊ നീ ഒരു കമ്പനി ബിൽഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, വർഷങ്ങൾ എടുക്കുന്നുണ്ടാവും. നമ്മളുടെ ബ്രെയിൻ ഈ രീതിയിൽ ട്രെയിൻ ആവുകയാണ്. വർഷങ്ങൾ എടുക്കുന്ന ഒരു പ്രോസസ്സ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മള് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടി ശീലിച്ച് ഇവിടെ നീ കമ്പനി ബിൽഡ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് വർഷങ്ങൾ എടുക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കും. അതില് എന്തെങ്കിലും ഒരു സംഭവം വരുന്ന സമയത്ത് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാതെ, അയ്യോ എനിക്ക് ഇവിടുന്ന് തന്നെ ഇത്രയും ഒരു സന്തോഷം എന്നുള്ളത് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ വെറുതെ ആവശ്യമില്ലാതെ ഇവിടെ വന്നിട്ട് ഈ ഒരു റിസ്ക് എടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ തോന്നിയിട്ട് നമ്മള് റിയലി നമ്മൾ ചെയ്യേണ്ടത് എന്താണോ നമ്മളുടെ ഗോളിൽ ഒന്നും നമ്മൾ വർക്ക് ചെയ്യാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ആയി പോകാനുള്ള സാധ്യത എന്നുള്ളത് വളരെ കൂടുതലാണ്. ദെൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിൽ നിന്ന് നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് അവയർനെസ് ആണ്. അവയർനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് എമോഷൻ ഫീൽ ചെയ്യുന്ന സമയത്താണ് ഞാൻ പോവാറുള്ളത്. ചിലപ്പോ എനിക്ക് എന്തെങ്കിലും കുറ്റബോധം തോന്നുന്ന സമയത്തായിരിക്കാം ഞാൻ പോകുന്നുണ്ടാവുക. ചിലപ്പോ എനിക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഷെയിം തോന്നുന്ന സമയത്തായിരിക്കും ഞാൻ പോകുന്നുണ്ടാവുക. ചിലപ്പോൾ മെന്റലി ഞാൻ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആവുന്ന സമയത്തായിരിക്കും ഞാൻ ഇങ്ങനെ പോകുന്നുണ്ടാവുക. എന്തെങ്കിലും കാര്യത്തിൽ എനിക്ക് എന്നെ തന്നെ ഡൗട്ട് തോന്നുന്ന സമയത്തായിരിക്കും ഞാൻ പോകുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അല്ലേ, നമ്മളിപ്പോ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇപ്പൊ നമ്മളിപ്പോ പോൺ വീഡിയോസ് കാണുന്നു, മാസ്റ്റർബേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ എന്നുള്ളത് ഉണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു എമോഷൻ, ഏതെങ്കിലും ഒരു നെഗറ്റീവ് എമോഷൻ നമ്മളുടെ ഉള്ളിൽ വരുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ ശരി എന്നാ ഇതിൽ നിന്ന് ഒരു സന്തോഷം കണ്ടെത്തി കളയാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മൾ അങ്ങനെ പോകുന്നുണ്ടാവുക. നമ്മളെ മെന്റലി ചിലപ്പോൾ ഫെഡപ്പ് ആയിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ശരി എന്നാ ഇത് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. എന്ത് എമോഷൻ വരുന്ന സമയത്താണ് ഞാൻ ഈ പ്രവൃത്തിയിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോ എന്റെ കാര്യത്തിൽ ഇപ്പൊ എനിക്കൊരു ഗിൽട്ട് ഫീലിംഗ് ഉണ്ടാവുന്ന സമയത്താണ് ഇതിലേക്ക് ഞാൻ ഇങ്ങനെ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിൽട്ട് ദെൻ ഫാപ്പ് ഈ രീതിയിലുള്ള ഒരു സംഭവമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം. അതായത് ഈ ഗിൽട്ട് ഫീലിംഗ് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് എന്നുള്ള രീതിയിൽ പറഞ്ഞ് സ്വീകരിക്കാതെ അതിനെ ഗോ ത്രൂ ചെയ്യാനായിട്ട് വിടണം. ഓക്കെ, അതായത് ഞാനിപ്പോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനിപ്പോ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഞാനിപ്പോ മെന്റലി കുറച്ചൊരു നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യാണ്, എനിക്കിപ്പോ ഒരു കുറ്റബോധം എന്നുള്ളത് തോന്നുകയാണ്. അതിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട, അതിൽ നിന്ന് നമ്മൾ ഒളിച്ചോടണം എന്നുള്ളതും വിചാരിക്കണ്ട. അങ്ങനെ വിചാരിക്കാതെ യെസ് ഞാനിപ്പോ മെന്റലി ഈ രീതിയിലുള്ള ഒരു സംഭവം എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്കൊരു കുറ്റബോധം എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ആളുകൾ കൂടിയുള്ള സ്ഥലത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി നിന്നിട്ട് ഓക്കെ ഞാനിപ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത്, ജെനുവൻലി എൻ്റെ ഉള്ളിലൂടെ ഇപ്പൊ എന്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഗിൽട്ട് കുറ്റബോധമാണോ, ശരി അതിനെ പോവാൻ അനുവദിക്കുക. ഇപ്പൊ ഒരു ഫീലിംഗ്, ഇങ്ങനെയുള്ള നെഗറ്റീവ് ഫീലിങ്സ് എന്നുള്ളത് കാർമേഘം പോലെ ആയിരിക്കും. കാർമേഘം എങ്ങനെയാ, വരും, കുറച്ചു നേരം നിൽക്കും, പിന്നെ പോവും അല്ലേ, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതേപോലെയാണ് നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഓരോ എമോഷൻസും. ഇപ്പോ നിനക്ക് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടാവുന്ന സമയത്താണ് നീ ഇതിനെ ആശ്രയിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ അവെയർ ആവുക. ഞാനിപ്പോ ശരി എൻ്റെ ഉള്ളിൽ ഇപ്പൊ വീണ്ടും ഒരു കുറ്റബോധം എന്നുള്ളത് വരികയാണ്. സോ അപ്പോ നമ്മളെ നിലവിൽ ഏത് സ്ഥലത്താണോ ഉള്ളത് അതിൽ നിന്ന് മാറിയിട്ട് നമ്മളുടെ മൈൻഡിന് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നേച്ചർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാനായിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ഓക്കെ ഞാനിപ്പോ കുറ്റബോധം എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് കുറച്ചു കഴിഞ്ഞാൽ പോവും. അത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടാവില്ല. അതിനെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് അനുവദിക്കുക.
അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമ്മൾ അവെയറായി ഇതിനെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് അനുവദിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ ഈ കാര്യത്തിന്റെ ഒരു ആശ്രയം എന്നുള്ളത് പലപ്പോഴും വേണ്ടായിട്ട് വരുന്നുണ്ടാവില്ല. സോ ഇതൊന്നും ചെയ്യരുത് എന്നുള്ളതല്ല, പക്ഷെ ഒരു അഡിക്ഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത് അത് ചെറിയൊരു വിഷയമായിട്ട് മാറും എന്നുള്ളത് മാത്രമാണ്. ഇതെങ്ങനെയാണെന്ന് പറയട്ടെ, ഇതിനൊരു എക്സാമ്പിള്. ഇപ്പൊ അനുവിന്ദിന്റെ ഉള്ളിലെ എന്തെങ്കിലും കാര്യത്തിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവുകയാണ്. നീ ആ നെഗറ്റീവ് ഫീലിങ്ങിനെ ഇപ്പൊ ഫാപ്പിലൂടെ, പോൺ വീഡിയോസിലൂടെ, അല്ലെങ്കിൽ പെപ്സി കുടിക്കുന്നതിലൂടെ മാറ്റാനായിട്ട് വിചാരിക്കുന്നത് ഇപ്പൊ നിന്റെ മുഖത്തൊരു പിമ്പിള് വരികയാണ്, അതിനെ പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലെയാണ്. പക്ഷെ നീ ആ ഒരു പിമ്പിളിനെ ഒരു 4 ദിവസം വിടുകയാണെങ്കിൽ അത് വരും, അതായിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി തന്നെ പോകുന്നുണ്ടാവും. അപ്പൊ ഇതേപോലെയാണ് നമ്മളുടെ ഉള്ളിലുള്ള ഈ ഒരു ഗിൽട്ട് ഫീലിംഗ് എന്നുള്ളതും. പക്ഷെ അതിനെ നീയായിട്ട് വേറെ എന്തെങ്കിലും കാര്യം വെച്ച് ഇങ്ങനെ പൊട്ടിക്കാനായിട്ട് നോക്കുന്ന സമയത്ത് ഒരു കറുത്ത കളർ എന്നുള്ളത് വരുന്നുണ്ടാവും, അല്ലെ? സോ ഇതേപോലെയാണ് നമുക്ക് വരുന്ന പിമ്പിള് പോലെയാണ് ഈ നെഗറ്റീവ് എമോഷൻസും. എന്തെങ്കിലും ഒരു നെഗറ്റീവ് എമോഷൻ വരുന്ന സമയത്താണ് നമ്മൾ ഈ രീതിയിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് എമോഷന്റെ കാര്യത്തിൽ അവെയർ ആവുക, അതിനെ ഗോ ത്രൂ ചെയ്യാനായിട്ട് വിടുക. അതായിട്ട് തന്നെ വരും, അതായിട്ട് തന്നെ പൊയ്ക്കോളും. അല്ലാതെ അതിനെ വേറെ ഒരു കാര്യം വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് അതിൽ നിന്ന് എസ്കേപ്പ് ആവണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വേറൊരു കാര്യം വെച്ച് അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒരു ആവശ്യമില്ലാത്ത കാര്യം വെച്ച് അതിനെ പ്ലേസ് ചെയ്യാതിരിക്കുക. അപ്പൊ എന്തെങ്കിലും ഞാൻ മെന്റലി നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, യെസ് ഐ ആം ഫീലിംഗ് ദാറ്റ് നെഗറ്റിവിറ്റി. എൻ്റെ മൈൻഡിൽ ഞാനിപ്പോൾ ഇന്ന ഒരു കൺഫ്യൂഷൻ എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട്, എൻ്റെ മൈൻഡിൽ ഞാൻ ഇന്ന ഒരു കുറ്റബോധം എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കുക. എന്നിട്ട് അത് നമ്മളിലൂടെ ഗോ ത്രൂ ചെയ്യാനായിട്ട് വിടുക. നമ്മളുടെ മൈൻഡിൽ എന്തൊക്കെയാണോ കാര്യങ്ങളുള്ളത് അത് പറ്റുമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതാനായിട്ടും ശ്രമിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ മെന്റലി ഒന്നുകൂടി പോസിറ്റീവായിട്ട് മാറുന്നുണ്ടാവും. നമുക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും നമുക്ക് ആശ്രയിക്കേണ്ടതായിട്ടും വരുന്നുണ്ടാവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആശ്രയിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമാണ് എന്നുള്ളതല്ല, പക്ഷെ ഓവർ ആയിട്ടുള്ള ആശ്രയം എന്നുള്ളത് നമ്മളുടെ റിയൽ ഗോളിൽ നിന്നും റിയൽ പർപ്പസിൽ നിന്നും നമ്മളെ വ്യതിചലിപ്പിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ കൊണ്ട് നമ്മൾ ഒരു ദിവസം രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ പറയാണ്, നേരത്തെ എഴുന്നേറ്റ് ഓടാൻ പോവാൻ പറയാണ്, ജിമ്മിൽ പോവാൻ പറയാണ്, ഒരു 20 പേജ് പുസ്തകം ഇരുന്ന് വായിക്കാൻ പറയാണ്. ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ഇതൊക്കെ വലിയ എന്തോ ഒരു തെറ്റാണ് എന്നുള്ള രീതിയിലല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് സന്തോഷം കണ്ടെത്തി നമ്മളുടെ ബ്രെയിൻ അതിന് ട്രെയിൻ ആവുന്നുണ്ടാവും. പിന്നെ ഹാർഡായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത്, ലൈഫ് എന്നുള്ളത് ഹാർഡാണ്. ലൈഫിൽ നിനക്ക് ഒരു കാര്യത്തിൽ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ അതിൽ ഈ ഹാർഡ് തിങ്സ് ചെയ്താൽ മാത്രമേ നിനക്ക് സക്സസ് ആവാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഈ ക്വാഡ്രന്റിലുള്ള കാര്യങ്ങൾക്ക് ട്രെയിൻ ആവുന്ന ഒരുത്തന് ഈ ക്വാഡ്രന്റിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അവന് ഫേസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവന്റെ ബ്രെയിൻ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇത് കിട്ടി അതിനനുസരിച്ച് ട്രെയിൻ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ഇതിന് വേണം നമ്മളുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യാൻ. ഈ രീതിയിൽ ട്രെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ലൈഫിൽ ഹാർഡായിട്ട്, ഇപ്പൊ നിനക്ക് ചെയ്യാൻ ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ ദിവസവും ചെയ്യുക. ആളുകളുടെ ഇടയിൽ പോയിട്ട് ഞാനൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. എനിക്ക് സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് പോയി സംസാരിക്കുക എന്നുള്ളത് ഭയങ്കര മടിയുള്ള കാര്യമായിരുന്നു. അപ്പൊ ഞാൻ ദിവസവും ഒരു കാര്യം ചെയ്യും. ഞാൻ ചെയ്യാനായിട്ട് എനിക്ക് ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ഇന്ന് ചെയ്യുന്നുള്ളത്. ഒരു ദിവസം ഞാൻ ഒരു സ്ട്രേഞ്ചറുടെ അടുത്ത് സംസാരിക്കും. അടുത്ത ദിവസം ഞാൻ ബസ്സിലിരിക്കുന്ന അടുത്തിരിക്കുന്ന മുത്തശ്ശനോട് സംസാരിക്കും. അടുത്ത ദിവസം ഞാൻ വേറൊരാളുടെ അടുത്ത് സംസാരിക്കും. അടുത്ത ദിവസം ഞാൻ വേറെ എന്തെങ്കിലും ഒരു കൂട്ടത്തിന്റെ നടുവിൽ പോയിട്ട് നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അതിന്റെ നടുവിലൂടെ ജസ്റ്റ് ഒന്ന് കോൺഫിഡന്റ് ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അത് നടക്കുന്നുണ്ടാവും. അടുത്ത ദിവസം എനിക്ക് ഇംഗ്ലീഷില് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അന്നൊക്കെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു. ആ ആപ്പ് വഴി നമുക്ക് സ്ട്രേഞ്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്യാം. ഞാൻ ആ കാര്യം എന്നുള്ളത് ചെയ്യുന്നുണ്ടാവും. അടുത്ത ദിവസം എനിക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു പുസ്തകത്തിന്റെ 10 പേജ് വായിക്കുന്നുണ്ടാവും. അടുത്ത ദിവസം എനിക്ക് എഴുതാനായിട്ട് നല്ല മടിയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് എഴുതുന്നുണ്ടാവും. അപ്പൊ ഈ രീതിയിൽ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് എൻ്റെ ബ്രെയിനിൽ ഇത് ഇംപ്രിന്റ് ആയി മാറി. ഇവിടെ ഒരു വഴി ഉണ്ടായി, മനസ്സിലായ? നമ്മള് ഒരു സ്ഥലം, ഒരു കാട്ടിൽ കൂടി ആദ്യം നടക്കാനായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ട്. പക്ഷെ അതിലൂടെ കുറെ പ്രാവശ്യം നടന്നു കഴിഞ്ഞാൽ അതൊരു വഴിയായി മാറും.
അപ്പോൾ ഈ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ, അയ്യോ ഇതൊക്കെ ഹാർഡായിട്ടുള്ള കാര്യങ്ങളല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിക്കും. പക്ഷെ ചെറിയ ചെറിയ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് 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 നമ്മളുടെ ബ്രെയിനിൽ അതൊരു പാത്തായിട്ട് മാറും. അപ്പോ പിന്നെ നിനക്ക് ലൈഫിൽ സക്സസിന് വേണ്ട വലിയ കാര്യങ്ങൾ നിനക്ക് ഈ രീതിയിൽ ചെയ്തു പോകാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ നീ എപ്പോഴും ഈ രീതിയിലാണ് ട്രെയിൻ ആവുന്നത് എന്നുണ്ടെങ്കിൽ ഇതിലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തന്നെ നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ടാവും. കരിയർ ചൂസ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്? നമ്മൾ മെന്റലി ട്രെയിൻ ആയിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ എന്തുകൊണ്ടായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നമ്മളുടെ മുന്നിൽ എന്താണോ വരുന്നത് അത് നമ്മൾ എടുത്തിട്ട് നമ്മൾ പോകുന്നുണ്ടാവും. നമ്മൾ വിധിക്ക് ചില സമയത്ത് ഓക്കെ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ നിന്നു കൊടുക്കുന്നുണ്ടാവും. നീ ഈസി ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിന്റെ ലൈഫ് ഹാർഡായിട്ട് മാറും. നീ ഹാർഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിന്റെ ലൈഫിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഈസി ആയിട്ട് മാറും. ഇതാണ് ഫോർമുല. നിനക്ക് ലൈഫ് ഈസി ആവണോ? ഇന്ന് ഹാർഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്ക്. ലൈഫ് നിനക്ക് ഹാർഡ് ആവണോ? ഇന്ന് ഈസി ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്ക്. ഇപ്പൊ വീട്ടിൽ പോയി ഉറങ്ങുക എന്നുള്ളത് ഏറ്റവും ഈസി ആയിട്ടുള്ള തീരുമാനമാണ്. പക്ഷെ നിനക്ക് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിനക്ക് ലൈഫ് പിന്നീട് നിനക്ക് ഈസി ആവണോ ഹാർഡ് ആവണോ? അതാണ് ചോദ്യം. അതിനുള്ള ഫോർമുല എന്നുള്ളത് ഇന്ന് നീ ഹാർഡ് ചോയ്സസ് എടുത്താൽ നാളെ നിന്റെ ലൈഫ് ഈസി ആവും. ഇന്ന് നീ ഈസി ചോയ്സസ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നാളെ നിന്റെ ലൈഫ് ഹാർഡ് ആവും. സോ ഫോർമുല എന്നുള്ളത് ഇതാണ്. ലൈഫ് ഈസി ആവണം എന്നുണ്ടെങ്കിൽ ഇന്ന് ഹാർഡ് ചോയ്സസ് എടുക്കുക. ലൈഫ് ഹാർഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് ഈസി ചോയ്സസ് എടുക്കുക എന്നുള്ളത്. സോ എന്തുകൊണ്ടാണ് ആളുകൾ പോൺ വീഡിയോസിൽ ഏറ്റവും കൂടുതലായിട്ട് അഡിക്റ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവര് ഈസി ചോയ്സസ് ആണ്. അവരുടെ മുന്നിൽ ഹാപ്പിനെസ് കണ്ടെത്താനുള്ള ഏറ്റവും ഈസി ചോയ്സ് ആണ് പോൺ എന്നുള്ളത്. സോ അതങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്നു എന്ന് പറയുന്ന സമയത്ത് അതിങ്ങനെ കാണുന്നു, അതിനെ തന്നെ ആശ്രയിക്കുന്നു. അപ്പൊ ആ രീതിയിലായി പോകുന്നു. നമ്മള് ഇങ്ങനെയുള്ള ആളുകള് അവരുടെ കരിയർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവും. അവരുടെ ലൈഫിൽ ചിലപ്പോൾ വലിയ ഒരു പൊസിഷനിൽ ചിലപ്പോൾ എത്തണം എന്നുള്ളത് ഉണ്ടാവില്ല. അങ്ങനെ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അവരൊക്കെ പെട്ടെന്ന് താഴെയും വരുന്നുണ്ടാവും. സോ ലൈഫ് സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഹാർഡായിട്ടുള്ള ചോയ്സസ് എടുക്കുക.